ഹലോ 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 റോങ് നമ്പർ. അല്ല, അന്ന് ഉഷയുടെ ഫ്രണ്ട്സ് ഏത് ഹോട്ടലിലാ താമസിച്ചിരുന്നത്? ഹോട്ടൽ സീപ്പേൾ. ഏത് റൂമിലായിരുന്നു? അറിയില്ല, ഞാൻ ചെല്ലുമ്പോ അവര് ലോബിയിൽ നിൽക്കുകയായിരുന്നു. അത് യാത്ര അയക്കാൻ ചെന്നപ്പോഴല്ലേ? ആദ്യത്തെ ദിവസം അവരുടെ കൂടെ റൂമിൽ പോയെന്നോ ഭക്ഷണം കഴിച്ചെന്നോ ഒക്കെ പറഞ്ഞല്ലോ. അന്നും അവർ ലോബിയിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. റൂം നമ്പർ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഉഷ ചെല്ലുമ്പോഴൊക്കെ അവർ ലോബിയിലായിരുന്നു. ശരി, ഉഷയുടെ ഫ്രണ്ടിന്റെ പേരെന്താന്നാ പറഞ്ഞേ? പത്മിനി. ഹസ്ബൻഡിന്റെ? വിജയകുമാർ. ഓക്കേ ഓക്കേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ ഹോട്ടൽ സീപ്പേളിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ്? ഉന്നത സ്ഥലങ്ങളിൽ വളരെ സ്വാധീനമുള്ളവരാ അതിന്റെ പാർട്ട്നേഴ്സ്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ തോക്ക് കച്ചവടം ആ ഹോട്ടലിനെ കേന്ദ്രീകരിച്ചായിരുന്നു. ഒരു 2-3 കൊല്ലം മുമ്പ് നമ്മുടെ കമ്മീഷൻ തന്നെ കുറച്ച് തോക്കുകൾ പിടിച്ചെടുത്തു. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. വെറുതെ വിടേണ്ടി വന്നു. പിന്നെ ബഡാ പാർട്ടികളുടെ ഒരു ഉല്ലാസ കേന്ദ്രമാണ്. എല്ലാം നടക്കുന്നുണ്ടെന്നാണ് അറിവ്. അല്ല, സാറെന്താ പെട്ടെന്ന് ഈ ഹോട്ടലിനെ കുറിച്ച് ചോദിച്ചത്? കൊലപാതകങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ റൂം എടുത്ത മിസ്റ്റർ വിജയകുമാറിന്റെ ഫാമിലിയുടെ പേര് ഇത് കാണുന്നില്ലല്ലോ. അവർ തിങ്കളാഴ്ചയാണ് വെക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ അങ്ങൊരു ഫാമിലി ഇവിടെ താമസിച്ചിട്ടില്ല. രജിസ്റ്ററിൽ പേര് ചേർക്കാതെ റൂം കൊടുക്കാറുണ്ടോ അവിടെ? ഇല്ല, അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ല സാർ. വിജയകുമാറും ഫാമിലിയും ഹോട്ടൽ സീപ്പേളിൽ ഉഷ പറഞ്ഞ ദിവസം താമസിച്ചിട്ടില്ല. ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളും ആ ഹോട്ടലും തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ട്. സാർ അവിടെ നിന്ന് പിടിച്ചെടുത്ത തൂക്കുകളൊക്കെ മടക്കി കൊടുക്കേണ്ടി വന്നില്ലേ? അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം കൊലപാതകി ഉപയോഗിക്കുന്നത് എന്നാണ് എന്റെ ബലമായ സംശയം. അതുകൊണ്ട് ആ ഹോട്ടലിനെ ചുറ്റിപ്പറ്റി അന്വേഷിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, പക്ഷേ യു മസ്റ്റ് ബി വെരി കോഷ്യസ്. സർ, ഇന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ ഒന്നും വെക്കണ്ട. എനിക്ക് നല്ല സുഖമില്ല. തോന്നി എനിക്ക്. അതുകൊണ്ട് തന്നെ പറയണത് കുക്കിംഗ് വേണ്ടാന്ന്. ഗുഡ് ഈവനിങ്. ഇവിടെ നല്ലൊരു ക്യൂരിയോ ഷോപ്പ് ഉണ്ട്. ഉഷയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ? വേണ്ട. ഉഷ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെയാണ് ഉഷയുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ശനിയാഴ്ച താമസിക്കണമെന്ന് ആഗ്രഹിച്ചത്.
പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ഇതൊക്കെ ഒരുതരം എക്സിബിഷനിസം അല്ലേ? ആത്മാർത്ഥത കുറയുമ്പോഴാ പ്രകടനം കൂടുന്നത് അല്ലേ? പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. അതല്ലേ ശരി? എന്താ ടേബിൾ മാനേഴ്സ് ഒക്കെ മറന്നോ? സോറി. ഓക്കെ, എല്ലാറ്റിനും കൂടെ അവസാനം ഒരു സോറി. ഈ നിസ്സാര കാര്യത്തൊന്നും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്താ വല്ല ചായയും കാപ്പിയും ഒക്കെ കിട്ടുന്നുണ്ടോ? കേശവനാരെ, ഇവരൊക്കെ നമ്മുടെ സ്വന്തം ആളുകളാ, ഒന്ന് ഗവനിച്ചോണം. മറ്റേ പക്ഷേ ഞാന് ആ ടെലിഫോൺ ഇൻഡെക്സ് ബുക്കിൽ നിന്ന് മിസ്റ്റർ രാമനാഥന്റെ നമ്പർ നോക്കി പറയും. ത്രീ 51528. പിഴച്ച സ്ത്രീകളെ കൊല്ലുക എന്ന ദൗത്യം ഏറ്റെടുത്ത എന്റെ അടുത്ത ഇര താങ്കളുടെ ഭാര്യയാണ്. ഇന്നലെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണി വരെ താങ്കളുടെ ഭാര്യ എവിടെയായിരുന്നുവെന്ന് താങ്കൾക്കറിയാം. ഹലോ, സാർ എത്തിയിട്ടില്ല, വരാറായി. ഹലോ, ഉഷയില്ലേ? ഇപ്പൊ തന്നെ കാറെടുത്ത് പുറത്തേക്ക് പോയല്ലോ സാർ. എത്തിയില്ലേ? ഇല്ല, വീട്ടിലുണ്ടാവും. കയറ.